ജോയിന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ സംഘപരിവാറിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി KSUവിനെ അപമാനിച്ചതെന്ന് SFI. സംഘപരിവാറുകാരനെ നിയമിച്ചതിൽ KSUവിന് എന്ത് കാര്യമെന്ന് ചോദിച്ച മുഖ്യമന്ത്രി നാളെ യൂത്ത് കോൺഗ്രസിന് എന്ത് കാര്യമെന്ന് ചോദിക്കും. മറ്റന്നാൾ KPCCക്ക് എന്ത് കാര്യമെന്ന ചോദ്യം വരുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പരിഹസിച്ചു. KSUവിന് എന്താണ് പ്ലീഡറുടെ നിയമനത്തിൽ കാര്യമെന്നാണ് ഇന്ന് VD സതീശൻ ചോദിച്ചതായി കണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തൃശൂർ ലോ കോളേജിലെ ABVP പ്രവർത്തകനും അതിന്റെ നേതാവായും അതിനു പുറമെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ വ്യത്യസ്ത ചേരിയിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതിയുമായിട്ടുള്ള ആളെയാണ്, ശരത് എന്ന അഡ്വക്കേറ്റിനെയാണ് ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അവരുടെ പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. ആ നിയമനം നടത്തിയിരിക്കുന്നത് നിയമവകുപ്പാണ്. ആ വകുപ്പിന്റെ കാര്യത്തിൽ സംഘപരിവാറിനോ ഗവർണറിലൂടെ ഇടപെടുന്ന മറ്റേതെങ്കിലും ഏജൻസിക്കോ മറ്റൊന്നും പ്രത്യേകിച്ച് റോളില്ല. എന്നിട്ടുകൂടി സംഘപരിവാറുകാരനെ നിയമിച്ചതിൽ ചോദ്യം ചെയ്ത KSU സംസ്ഥാന പ്രസിഡന്റിന് എന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള VD സതീശൻ മാറിയിരിക്കുകയാണ്. പ്ലീഡർ നിയമനത്തിൽ നടന്നത് സ്വജനപക്ഷപാതമെന്ന് PA മുഹമ്മദ് റിയാസ് MLA. നിയമനത്തിൽ വിമർശനം ഉന്നയിച്ച KSU നേതാക്കളെ കാണാൻ പോലും മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. KSU നേതാക്കൾക്കും KPCC സെക്രട്ടറിക്കും മുകളിലാണോ വിദ്വേഷ പ്രചാരകരുടെ സ്ഥാനമെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കേൾക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ എടുക്കുന്ന ഒരു സമീപനം ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ മെറിറ്റ് ഡീമെറിറ്റ് അഡ്രസ് ചെയ്യാതെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യപ്പെടും. ഭീതിയോ പ്രീതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. പ്ലീഡർമാരെ തീരുമാനിക്കുന്നതിന് അഡ്വക്കേറ്റ് ജനറൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സംഘടനയുടെ ലെറ്റർ പാഡ് നോക്കി പ്ലീഡർമാരെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നത് ഗൗരവമേറിയ പ്രശ്നമല്ലേ? എങ്ങനെയാണ് ABVPയുടെ നേതാവ്, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ സർക്കാർ പ്ലീഡർ പട്ടികയിൽ വന്നത്? ഇത് ഞങ്ങളെ ബോധ്യപ്പെടുന്നത് പോയിട്ട് KSU ഉൾപ്പെടെ ഉള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. റഹീസ്, നമ്മൾ തമാശ പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വന്തം കുട്ടികളെ കൊണ്ട് ഈ വിഷയത്തിൽ പറയിപ്പിച്ചു എന്ന് മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് മുഖ്യമന്ത്രി പറയിപ്പിച്ചു. പിന്നെ മറ്റൊന്ന്, CPIM എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമല്ലോ അല്ലേ? ഉറപ്പായും റോഷ്നി, ഇതിനകത്ത് SFI എടുത്ത നിലപാട്, SFIക്ക് വേണമെങ്കിൽ കണക്കിന് പരിഹസിക്കാം, കളിയാക്കാം അലോഷ്യയും കൂട്ടരെയും ഒക്കെ. പക്ഷേ സഞ്ജീവ് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു അവരെ അങ്ങ് കളിയാക്കി വിടുന്നില്ല. പകരം അവരുടെ ഒരു ദുരവസ്ഥയിൽ പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പം ഇന്നലെ KSU ആരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനെന്ന് ചോദിച്ച മുഖ്യമന്ത്രി നാളെ യൂത്ത് കോൺഗ്രസ് ആരാണെന്ന് ചോദിക്കും, KPCC ആരാണെന്ന് ചോദിക്കും, ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ആരാണെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരും എന്ന തരത്തിലാണ് SFIയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം KSU ഉന്നയിച്ച വിഷയം ജെന്യൂനാണ് എന്നുകൂടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. തൃശ്ശൂരിലെ ലോ കോളേജിൽ ഈ ശരത് എന്ന് പറഞ്ഞ ഇപ്പോൾ പ്ലീഡറായ ആ ആൾ അവിടെ KSUവിനെതിരെ മാത്രമല്ല മറ്റു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ABVPക്ക് വേണ്ടി ആക്രമണം നടത്തിയ ഒരാളാണ് എന്ന കാര്യം കൂടി SFIയും KSU ഓൺ ചെയ്യുന്ന അതേ കാര്യം കൂടി ഏറ്റുപറയുന്നുമുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.